പൊളിറ്റിക്കൽ ആയിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു സാഹചര്യമാണ് പ്രത്യേകിച്ച് വയനാട് ജില്ലയിലുള്ളത്. കൂടെ രാത്രി വരെ ഒരുമിച്ച് നടന്ന് പിറ്റേ ദിവസം രാവിലെ ഒറ്റ കൊടുക്കുകയാണ് പല കാരണത്താൽ. നിലവിൽ കോൺഗ്രസിൻ്റെ മെമ്പറായിരുന്ന, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആൾ ആത്മഹത്യ ചെയ്തൊരു സാഹചര്യമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സ്ഥാനാർത്ഥി സംസ്ഥാനത്തെ തന്നെ യുവജന നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. മാത്രമല്ല വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ യുവമുഖമാണ്. മറ്റാരുമല്ല, ഡിവൈഎഫ്ഐയുടെ വയനാട് ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള KR ജിതിനാണ്. KR ജിതിൻ തിരുനെല്ലി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുകയാണ് LDFന് വേണ്ടി. ജിതിനിപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. ജിതി, പാർലമെൻറ്റ് രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുകയാണ്. എന്ത് തോന്നുന്നു? ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പക്ഷേ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലും ജില്ലയിലാകെയും നടത്തിയിട്ടുള്ളൊരു ഇടപെടൽ നമുക്കൊരു കരുത്താണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ സ്വന്തം നാട്ടിലാണ് മത്സരിക്കുന്നത്, അതുകൊണ്ട് അതിനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട് സ്വാഭാവികമായിട്ടും. തിരുനെല്ലി ഒരു ഇടതുപക്ഷത്തിന് CPMന് വലിയ ഒരു മേൽക്കൈയുള്ള ഒരു ഇടം കൂടിയാണല്ലോ ഡിവിഷൻ എന്ന് പറയുന്നത്. അതെ, തിരുനെല്ലി ഡിവിഷൻ എന്ന് പറയുമ്പം തിരുനെല്ലി പഞ്ചായത്തിൽ നിലവിലുള്ള 17 വാർഡും ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. പക്ഷേ തിരുനെല്ലി ഡിവിഷൻ എന്ന് പറയുമ്പം 4 പഞ്ചായത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്. പുൽപ്പള്ളി പഞ്ചായത്തിലെ 4 വാർഡും, മുള്ളംകൊല്ലി പഞ്ചായത്തിലെ 4 വാർഡും, തവിഞ്ഞാൽ പഞ്ചായത്തിലെ 1 വാർഡും, അങ്ങനെ ഇത് 3ഉം കൂടെ തിരുനെല്ലി പഞ്ചായത്തും കൂടെ 4 പഞ്ചായത്തിലായിട്ടാണ് വരുന്നത്. മൊത്തം 28 വാർഡുണ്ട്. എന്നാലും നല്ല ശുഭപ്രതീക്ഷയിലാണ്, നല്ല സ്വീകരണമാണ് പോകുന്നിടത്തൊക്കെ ലഭിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു ദൗർഭാഗ്യം കൊണ്ട് LDFന് നഷ്ടപ്പെട്ട ഒരു ജില്ലാ പഞ്ചായത്താണ് വയനാട്. അതായത് നറുക്കെടുപ്പിലൂടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു. ഇത്തവണ എങ്ങനെയാണ്, തിരിച്ചു പിടിക്കുമോ? ഇത്തവണ തീർച്ചയായും തിരിച്ചു പിടിക്കും. കാരണം കഴിഞ്ഞ തവണ ടോസിലാണ് പ്രസിഡന്റ് സ്ഥാനം പോയത്. വൈസ് പ്രസിഡന്റ് LDFൻ്റെതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ നല്ല സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. പൊതുവേ ജില്ലയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന LDFൻ്റെ മുഖങ്ങളാണ് ഇത്തവണത്തെ ജില്ലാ പഞ്ചായത്തിലെ, പൊതുവെ എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികൾ നല്ല പ്ലാനിങ്ങോടുകൂടെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ UDF നോമിനേഷൻ്റെ തലേ ദിവസമാണ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അസ്വാരസ്യവും മറ്റൊക്കെ ഇവിടെ വയനാട്ടിലാകെ, കേരളത്തിലാകെ ചർച്ചയായല്ലോ. പക്ഷേ LDFൻ്റെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ആർക്കും നാട്ടിൽ പറയാനില്ലാത്ത രൂപത്തിലേക്ക് നല്ല മുഖങ്ങൾ, നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ കുറഞ്ഞു വേറൊന്നും LDFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ കോൺഗ്രസ്സിലെ അസ്വാരസ്യം എന്ന് പറഞ്ഞ സാധനം, വിഭാഗീയത എന്ന് പറഞ്ഞ സാധനം, അത് സ്വാഭാവികമായിട്ടും LDFന് ഗുണം ചെയ്യും. ആരെങ്കിലും രഹസ്യമായിട്ട് കോൺഗ്രസ്സുകാർ വോട്ട് തരാമെന്നൊക്കെ പറഞ്ഞോ? അല്ല, നമുക്ക് ഇവിടെ സ്വാഭാവികമായും നമ്മളെ അറിയാത്ത ആളുകളില്ല. പുൽപ്പള്ളി മുള്ളംകൊല്ലി ഭാഗത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ നമ്മളെ നേരിട്ട് അറിഞ്ഞോളുന്നില്ല. പക്ഷേ ബഹുഭൂരിപക്ഷ സ്ഥലത്തും നമ്മൾ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയാം. പക്ഷേ അതുകൊണ്ടുള്ളൊരു സ്വീകാര്യതയാണ് കൂടുതലായും. കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നുണ്ട്, അത് മറ്റുള്ളവരൊക്കെ പറയും. അത് ചിലപ്പം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണല്ലോ, സ്വാഭാവിക രാഷ്ട്രീയമായി നമ്മളതിനെ കാണുക എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ വോട്ട് പൂർണ്ണമായും ലഭിക്കും, അതിൽ നമുക്ക് വേറെ പ്രയാസങ്ങളൊന്നും ഇവിടെ ഇല്ല. അതിനപ്പുറത്തേക്കുള്ള വോട്ടുകളും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കാണുന്നത്. അത് ഇവിടെ മാത്രമല്ല, വയനാട് ജില്ലയിൽ പൊതുവേ കോൺഗ്രസിൻ്റെ ഒരു സ്ഥിതി നമുക്കറിയാലോ. ഇപ്പോൾ ഞാൻ മത്സരിക്കുന്ന ഒരു ഡിവിഷനിൽ നിലവിൽ കോൺഗ്രസിൻ്റെ മെമ്പറായിരുന്ന, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആൾ ആത്മഹത്യ ചെയ്തൊരു സാഹചര്യമുണ്ട്. അവിടെ ഇത്തവണ ആ വാർഡ് ഉൾപ്പെടെ മുഴുവൻ ജയിക്കാനുള്ളൊരു സാധ്യതയിലേക്ക് പോവുകയാണ്. കാരണം അത്രത്തോളം വിയോജിപ്പ് ആളുകൾക്കിടയിലുണ്ട്. ഞാൻ ഇന്ന് ആ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രത്തോളം വിയോജിപ്പ് ആളുകളുടെ മനസ്സിനകത്തേക്ക് കോൺഗ്രസിനെതിരെ വയനാട് ജില്ലയിൽ എന്തായാലും ഉണ്ട്. ബത്തേരിയിലെ സംഭവം നമുക്കറിയാം. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ആയിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു സാഹചര്യമാണ് പ്രത്യേകിച്ച് വയനാട് ജില്ലയിലുള്ളത്. അത് LDFന് ജില്ലാ പഞ്ചായത്ത് ലഭിക്കാനുള്ള ഒരു വലിയൊരു ഗുണമായി മാറും. ഈ കോൺഗ്രസ്സിലെ നേതാക്കൾ ആത്മഹത്യ അങ്ങനെ ഒരു ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാൻ DYFക്ക് അടക്കം സാധിച്ചോ? ശരിക്കും അത് ഇനിയും കുറച്ചുകൂടി ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാവുന്ന ഒരു വിഷയമായിരുന്നു. മറ്റൊന്ന്, അതിനെ പ്രതിരോധിക്കാൻ ബ്രഹ്മഗിരി വിഷയമൊക്കെ എടുത്തു കാണിക്കുന്നുമുണ്ട്. അല്ല, കോൺഗ്രസിനകത്തെ ആത്മഹത്യ എന്ന് പറയുന്നത് ആ വിഷയം മുമ്പിൽ വന്ന സമയത്ത് ഏറ്റവും ആദ്യം പ്രതികരിച്ചത് DYFI ആണ്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നേരിട്ട് വന്നു. അവിടെ നമ്മൾ നടത്തിയ സമരങ്ങൾക്ക് പരിധിയില്ല. എല്ലാ ദിവസവും തുടർച്ചയായി എല്ലാ സംഘടനകളും, സ്വാഭാവികമായി ഇടതുപക്ഷം എന്നുള്ള രൂപത്തിൽ എല്ലാ യുവജന സംഘടനകളും, അതിൽ DYFI പ്രത്യേകിച്ചും കുറച്ചുകൂടെ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവസാന ഘട്ടം വരെ നിങ്ങൾക്ക് ആ സമരവുമായി ബന്ധപ്പെട്ടെടുത്ത് നോക്കിയാൽ അറിയാം. ഞങ്ങളെയൊക്കെ പേരിലുള്ള കേസുകളിൽ ഏറ്റവും കൂടുതൽ ബത്തേരി സ്റ്റേഷനിലൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് നമ്മൾ ഓരോ വിഷയത്തിനനുസരിച്ച് ഇടപെടുക എന്നുള്ളതാണ്. ബ്രഹ്മഗിരി അതുമായി ബന്ധപ്പെട്ട് ക്ലബ് ചെയ്യുന്ന ഒരു കേസല്ല, ഞങ്ങൾക്കറിയാം. അതെന്താ അവിടെ സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇതും ഒരു കാരണവശാലും നമുക്ക് കൂട്ടിക്കൊടുക്കാനേ പറ്റില്ല. അത് വേറെ തന്നെ ഒരു ഭാഗമാണ്. ഇപ്പുറത്ത് സ്വന്തം രാഷ്ട്രീയ കക്ഷിയിലുള്ള ആളുകൾ കൂടെ രാത്രി വരെ ഒരുമിച്ച് നടന്ന് പിറ്റേ ദിവസം രാവിലെ ഒറ്റ കൊടുക്കുകയാണ് പല കാരണത്താൽ. അത് സ്വാഭാവികമായിട്ട് അവരുടെ കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ പോലും അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അത് നമുക്ക് പോകുമ്പം കൃത്യമായി മനസ്സിലാവും. അത് വോട്ടായി മാറും. അതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ. വയനാട്ടിൽ ഇത്തവണ കോൺഗ്രസിൽ വോട്ട് ഉയർച്ച ഉണ്ടാവും.
തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ അവരെ നിലവിലുള്ള പ്രസ്താവനകൾ നമുക്കറിയാം. ഇപ്പോൾ ഒടുവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടായ ഒരു സ്ഥിതിയും കൂടെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. സ്വാഭാവികമായും അവർ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസമാണ്. അത് സംസ്ഥാന നേതൃത്വം തൊട്ട് ജില്ലാ നേതൃത്വം തൊട്ട് ഇവിടെ മണ്ഡലം കമ്മിറ്റി വരെ ബൂത്ത് കമ്മിറ്റി വരെ വ്യാപിച്ചു പോയി. ഇനി അത് പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് പെട്ടെന്നങ്ങ് മാറ്റുക എന്ന് പറയുന്നത് അതിനുള്ളൊരു സംഘടനാ സംവിധാനമൊന്നും കോൺഗ്രസിനില്ല. അത് സ്വാഭാവികമായും LDFന് ഗുണമാവും, പൊളിറ്റിക്കലായി മാറും. അവസാനമായിട്ട് ജിതിൻ നാട്ടുകാർക്കൊക്കെ ആവശ്യത്തിന് രക്തം കൊടുക്കുന്ന ആളാണ്. ഇനി നാട്ടുകാർ ജിതിന് രക്തവും ഹൃദയവും നൽകുമെന്നുള്ളതാണ്. അതിൽ വേറെ പ്രയാസമൊന്നുമില്ല. അത് നമ്മൾ രാഷ്ട്രീയമായിട്ടല്ല, ഞാൻ കൊടുത്തതിൽ അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല പൊതുവേ നമ്മൾ ചെയ്യുക. ഇപ്പോൾ ശ്രീജിത്ത് എൻ്റെ കൂടെയുണ്ട്. ശ്രീജിത്താണ് മാനന്തവാടി രക്തദാന സേനേൻ്റെ ചുമതലക്കാരൻ. ജില്ലയിൽ ഞാനാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മളത് ആര് വിളിച്ചാലും പോകും, ഒരു തർക്കമില്ല. ഇപ്പോൾ ഇവിടെ നമ്മളെ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും അവസാനം ഞങ്ങൾ സംഘടിപ്പിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അതിൽ രാഷ്ട്രീയമല്ല. അത് പറയില്ല ഞങ്ങൾ ഒരിക്കലും. അത് ഒരു രക്തം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മളൊരു മാനസികമായി നമ്മൾ കാണുന്നതാണ്. അത് രക്തത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അതേപോലെ ഒരു സ്വീകാര്യത തിരിച്ച് ആളുകൾക്കിടയിൽ നിൽക്കുക, അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളോടൊപ്പം അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അതിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്, അതിനിയും കഴിയുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് നിലവിലുള്ളത്. ഇനിയും ജനങ്ങൾക്കൊപ്പം നിൽക്കാനാവട്ടെ, ആശംസകൾ. KR ജിതിനാണ്. തിരുനെല്ലി ഡിവിഷൻ CPMനെ സംബന്ധിച്ച് വലിയ മേൽക്കൈയുള്ള ഒരു ഡിവിഷനാണ്. അവിടെ നിന്നും ചരിത്ര വിജയമുണ്ടാകും. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ ദൗർഭാഗ്യം കൊണ്ട് മാത്രം നഷ്ടപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഭരണം ഇത്തവണ CPM തിരിച്ചുപിടിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നു. കൂടാതെ കോൺഗ്രസിൽ വയനാട്ടിൽ വലിയ വോട്ട് ചോർച്ചയുണ്ടാകുമെന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, വയനാട്.